ഹായ് ഗെയ്സ്, വെൽക്കം ബാക്ക്. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഗ്യാസൊക്കെ നിറച്ച് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമ്മുടെ ഗ്യാസൊക്കെ തീർന്നാൽ ബുക്ക് ചെയ്താൽ തന്നെ 45 ദിവസം കഴിയണം അത് കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ കുടുങ്ങുന്ന ഒരവസ്ഥ വരുമ്പോൾ വിറകടുപ്പ് കത്തിച്ച് ഫുഡ് ഉണ്ടാക്കുന്നത് വളരെ വിശദമായിട്ട് തന്നെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ചായ മുതൽ ഉച്ചഭക്ഷണം എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കുന്നത് ഈ അടുപ്പത്ത് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഈ വിറകടുപ്പ് കത്തിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടി. അപ്പോൾ ഞാനിതാ രാവിലെ തന്നെ ഒരു കുടുക്ക അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ തന്നെ കത്തിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് തിളച്ച് വന്നിട്ട് വേണം നമുക്ക് പത്തിരിക്കുള്ള പൊടി വാട്ടാൻ. അപ്പോൾ അതാ ഒരു ചെമ്പട്ടിയിൽ ഞാൻ ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് തിളച്ചതിന് ശേഷം പത്തിരിപ്പൊടിക്കനുസരിച്ച് വെള്ളം ചെമ്പട്ടിയിലേക്ക് ഒഴിക്കാം. നിങ്ങളുടെ അടുത്ത് വിറകടുപ്പിൽ വെക്കുന്ന പാത്രം ഉണ്ടെങ്കിൽ നേരിട്ട് തന്നെ വെക്കട്ടോ. ഞാനിവിടെ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ച് കരിയില്ലാവുള്ളൂ, ആ ഒരു കുടുക്കൻ്റെ മുട്ടിൽ മാത്രമാണ് കറി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിത് ആവശ്യത്തിനുള്ള വെള്ളം ഈ ഒരു ചെമ്പട്ടിയിലേക്ക് ഒഴിച്ച് ആ കണലുള്ള അടുപ്പത്ത് ഇത് വെക്കുക. അങ്ങനെ വെക്കുകയാണെങ്കിൽ കണലുള്ള അടുപ്പത്ത് വെക്കുകയാണെങ്കിൽ ചെമ്പട്ടിൻ്റെ അടിയിലൊന്നും കരി പിടിക്കില്ല. ഇനി ഇതാ നമുക്ക് ആവശ്യത്തിനുള്ള പൊടിയൊക്കെ ഇട്ട് അന്ന് മൂടി വെച്ച് നന്നായിട്ട് തന്നെ വാട്ടിയെടുക്കാം. ഒരാഴ്ചയോളം ഞാൻ ഗ്യാസ് ഇല്ലാതെ ഒരു കരണ്ടടുപ്പ് ഒന്നും ഇല്ലാതെ തന്നെ ഈ അടുപ്പത്ത് തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നിന്നിട്ടുണ്ട് കേട്ടോ. പണ്ടൊക്കെ അങ്ങനെയാണല്ലോ, കരണ്ടടുപ്പ് ഗ്യാസൊന്നും ഇല്ലാത്ത കാലത്ത് അടുപ്പിലല്ലേ നമ്മളെല്ലാ സംഗതികളും ചെയ്തിരുന്നത്. അപ്പോൾ എൻ്റെ ഗ്യാസ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതേപോലെ കേട്ടോ അടുപ്പത്താണ് ചായ മുതൽ ചോറ്, കറി, ഉപ്പേരി എല്ലാം ഞാൻ ഈ വെള്ളം തിളപ്പിച്ചത് വരെ ഈ ഒരു ഗ്യാസിൻ്റെ ഒരു അടുപ്പത്താണ്, വിറകടുപ്പിലാണ്. അങ്ങനെ ഇതാ ഞാൻ പൊടിയൊക്കെ വാട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുപ്പിലേക്ക് ആദ്യം നമ്മൾ വെച്ചിന് ആ കുടുക്ക തന്നെ വെക്കാം. അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നമുക്ക് ചായ ഉണ്ടാക്കാം. അപ്പോൾ നല്ല വേനൽ ചൂടായതുകൊണ്ട് ഏത് വിറകും പെട്ടെന്ന് തന്നെ കത്തി കിട്ടും കേട്ടോ. പക്ഷെ മഴക്കാലമാകുമ്പോൾ ഇങ്ങനെ നടക്കില്ല, ഗ്യാസും കരണ്ടടുപ്പൊന്നും ഇല്ലെങ്കിൽ ഒരിക്കലും നടക്കില്ല. കാരണം മഴ പെയ്താൽ വിറകൊക്കെ തണുക്കുമല്ലോ, അങ്ങനെ കത്താനൊക്കെ പ്രയാസമല്ലേ. പിന്നെ വിറക് വെക്കാൻ അതിനനുസരിച്ചുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നടക്കും. ഇപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കുട്ടികളെ പറഞ്ഞേക്കണം എന്നുള്ള ചിന്ത ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ വിറകടുപ്പൊക്കെ കത്തിച്ച് ഇങ്ങനെ ഉണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ ഗ്യാസൊക്കെ നമുക്ക് ലാഭിക്കാം. അങ്ങനെ തന്നെ നമ്മൾ വീണ്ടും ആ കുടുക്ക തന്നെ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടോ. ഇനി ചായ ഉണ്ടാക്കാനാണ്. അപ്പോഴേക്കത് തിളച്ച് വരുമ്പോഴേക്കും ഇത് നമുക്ക് കറിക്കുള്ളത് റെഡിയാക്കാം. അപ്പോൾ ഒന്ന് ഉരുളക്കിഴങ്ങ് കറിയാണ് വെക്കുന്നത്. അപ്പോൾ പണ്ടൊക്കെ ഇങ്ങനെ പുകയില്ലാത്ത അടുപ്പൊന്നും ഇല്ലല്ലോ, സാധാ അടുപ്പിന്. പണ്ടൊക്കെ നമ്മളെ ഉമ്മമാരൊക്കെ അങ്ങനെയല്ലേ ജീവിച്ചത്. അന്നൊക്കെ നമ്മളെക്കാട്ടിലും രാവിലെ എണീറ്റ് അവർ ചായയും കടിയൊക്കെ ഉണ്ടാക്കി എല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കി തന്നീനി. ഇപ്പൊക്കെ അല്ലേ ഗ്യാസ്, കരണ്ടടുപ്പ്, പുകയില്ലാത്ത അടുപ്പൊക്കെ ഉണ്ടായത്. അന്നൊക്കെ കുടുക്ക അങ്ങനത്തെ സംഗതികളൊക്കെ വെണ്ണീട്ട് ഉരച്ചരച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിനി അവരൊക്കെ. ഇപ്പൊന്നും അങ്ങനെ ഉരക്കാനൊന്നും ഇല്ലല്ലോ, ആരും മൂട്ടിൽ മാത്രമല്ലേ കരിയാവുള്ളൂ. അതൊന്നും ഉരക്കാനിപ്പോൾ നമുക്ക് കഴിയണില്ല. ഗ്യാസൊക്കെ തീർന്നപ്പോഴാണ് ആ ഒരു വില മനസ്സിലായത്. ചായ വരെ അടുപ്പത്ത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ റിസ്ക് തന്നെയാണ്. പക്ഷെ ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ നല്ലൊരു സുഖമുണ്ട് കേട്ടോ. കാരണം വിറകൊക്കെ പെട്ടെന്ന് തന്നെ കത്തി കിട്ടുന്നുണ്ട്. അതേപോലെ ചേരികളൊക്കെ കുറേ തേങ്ങ പൊളിച്ച ചേരികളൊക്കെ ഉണ്ടാവില്ലേ വീട്ടിൽ, ചിരട്ട, അതൊക്കെ കത്തിച്ച് നല്ല നമുക്ക് യൂസാക്കാം. അപ്പോൾ നിങ്ങൾ കേട്ടില്ലേ, ഗതി കെട്ടാൽ പുല്ലും തിന്നൊന്നും കേട്ടില്ലേ, അതേപോലെയാണ്. ഗ്യാസൊക്കെ തീർന്ന് ഒന്നും കിട്ടില്ല എന്നുള്ളൊരവസ്ഥ വന്നാൽ ഇതേപോലെ വിറകൊന്ന് കത്തിക്കേണ്ടി വരും. പിന്നെ വിറക് കത്തിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ആ കണലിലേക്ക് ഇങ്ങനെ ഓരോന്നങ്ങ് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കാം. അങ്ങനെ ഇതാ ചായക്കുള്ള വെള്ളം തിളച്ചു. ഇനി നമ്മളെ ചായപാത്രത്തിലേക്ക് ചായപ്പൊടിയൊക്കെ ഇട്ട് ഇതേപോലെ മുക്കി നമുക്ക് ആവശ്യത്തിനുള്ള ചായ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ നല്ലൊരു കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കത്തിച്ചാണ്ട് ഉണ്ടാക്കില്ലല്ലോ, ആ കണലിലല്ലേ ചായ ഉണ്ടാക്കിയത്. നല്ല ഗ്യാസ്മിലൊന്നും ഉണ്ടാക്കുന്ന ചായൻ്റെ പോലെ തന്നെയാണ് ഇട്ടത്. അപ്പോൾ നമ്മുടെ ചായയും ഇവിടെ റെഡി ആയിട്ടോ. ഇനി ആ കുടുക്ക അടുപ്പത്ത് നിന്ന് എടുത്ത് നമ്മൾ കുക്കർ അടുപ്പത്ത് വെക്കുകയാണ്. അപ്പോൾ ഈ ഒരു കുക്കർ പഴയ കുക്കറാട്ടോ. ഇനി പുതിയതായാലും കുഴപ്പമില്ല, മൂട്ടിൽ മാത്രമല്ലേ കരിയാവുള്ളൂ, അതൊന്ന് അരച്ചാലേ പോകും. അപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ച് നമ്മൾ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ എനിക്കിപ്പം ഗ്യാസൊക്കെ നിറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാനെന്നാലും ഇന്ന് ഗ്യാസ് ഞാൻ തൊട്ടതേ ഇല്ല. ഇതേപോലെ ഫുൾ അടുപ്പത്ത് ഉണ്ടാക്കിയാണ്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചങ്ങനെ ഉണ്ടാക്കുകയാണ്. കാരണം ഞാനിതൊരാഴ്ച ഇതേപോലെ ചെയ്തതല്ലേ. അപ്പോൾ ആ ഒരു
ആ ഒരു അനുഭവം ഞാൻ ഇന്ന് പങ്കുവെക്കാൻ വേണ്ടി ഇന്ന് ഗ്യാസ് തൊട്ടതെന്നല്ല കേട്ടോ, ഫുള്ളടുപ്പത്താണ്. അപ്പോൾ നമ്മൾ കറിക്കുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഇട്ട് അതൊന്നും അടച്ചു വെച്ചു. ഇനി നമുക്ക് ഈ പത്തിരിപ്പൊടി ഒന്ന് കുഴച്ച് പത്തിരി ഉണ്ടാക്കാം. അപ്പോൾ പത്തിരി കുഴക്കാൻ വേണ്ടി തട്ടിലേക്ക് പൊടി തട്ടുകയാണ്. അപ്പോൾ നമ്മളെ ഈ ചെമ്പട്ടിൻ്റെ മൂട്ടിൽ കരിയൊന്നും ആയിട്ടില്ല കേട്ടോ. പിന്നെ നമ്മളെ വീട്ടിലൊക്കെ അടുപ്പ് കത്തിക്കണം, പുകയണം എന്നൊക്കെ പറയണേക്കാം. കാരണം അസുഖങ്ങളൊക്കെ ഇല്ലാതാവാൻ അടുപ്പ് പുകയാഞ്ഞാൽ പല അസുഖങ്ങളും ഉണ്ടാവും. ഞാൻ പറയണതല്ല കേട്ടോ, ഓരോരുത്തർ പറയണത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പൊടിയൊക്കെ കുഴച്ച് പത്തിരിയാക്കി നമുക്ക് ചുട്ടെടുക്കണം. അപ്പോൾ നമ്മളെ പൊടിയൊക്കെ കുഴച്ച് പത്തിരി പരത്തിയതിന് ശേഷം നമുക്ക് ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ പത്തിരി ചുടുന്നത്. അപ്പോൾ അതാ നമ്മുടെ പത്തിരി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഇതാ കുക്കറിൽ വിസിലൊക്കെ വന്നിട്ടുണ്ട്. കറി ഇവിടെ 2-3 കൂക്കിയതിന് ശേഷം നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ അതാ പണ്ടൊക്കെ നമുക്ക് കുക്കറും കൂടെ അല്ലല്ലോ, പണ്ടൊക്കെ നമ്മൾ അമ്മമാർ ചട്ടിയിൽ വെച്ചിട്ട് എല്ലാം വേവിച്ചെടുത്തുന്നത്. അപ്പം എന്തൊരു സുഖമാണ്, കുക്കറുണ്ടല്ലോ. പത്തിരി ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഏറെ ഉണ്ടാക്കലാണ് കേട്ടോ. കാരണം നമുക്ക് ആവശ്യത്തിനുള്ളത് ചുട്ടുകൊണ്ട് ബാക്കി പറ്റിയത് നല്ല അടുപ്പുള്ള കണ്ടെയ്നറിലൊക്കെ ആക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് പിറ്റേന്നത് ചുട്ടെടുക്കാം. അപ്പോൾ പത്തിരി നമ്മൾ കുറച്ച് പരത്തി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് പറ്റുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മളിതാ അടുപ്പ് കഴിഞ്ഞപ്പോൾ അവിടെ ഫ്രൈ പാൻ വെക്കണേ. അപ്പോൾ നമ്മൾ ഗ്യാസിൽ വെക്കണത് തന്നെ അടുപ്പത്ത് യൂസാക്കിയാൽ അതിൻ്റെ അടിയിൽ കരി പിടിക്കുമല്ലോ, അതൊക്കെ ഒന്ന് കഴുകിയാൽ പോവുമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ വെക്കലുണ്ട്, ഇങ്ങനെ ഗ്യാസിനൊക്കെ ഇല്ലാത്തൊരവസ്ഥയിലൊക്കെ ഇങ്ങനെ വെക്കലുണ്ട്. കറിയുള്ള പാത്രം കഴുകി കൈ കെടുത്തൊന്നും വേണ്ട, കയ്യിൽ കവറിടുക. സാധാരണ നമ്മൾ പത്തിരി തവയിൽ ചൂടാണെങ്കിൽ 4 ഇടാം, ഈ ഒരു തവയിൽ 2 കൊള്ളുള്ളൂ. വലിയ തവ വെക്കുകയാണെങ്കിൽ നമ്മൾ അടുപ്പിൻ്റെ ചുറ്റോടിട്ടും കരി പിടിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു തവ വെച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ 2 പത്തിരി ഇങ്ങനെ ഇങ്ങനെ ചുട്ടെടുക്കലാണ്. അപ്പോൾ നമ്മൾ ഗ്യാസ് മേൽ ചുടുന്ന പോലെ തന്നെ പൊള്ളിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചകിരി, വിറക്, ഓലൊക്കെ ഇങ്ങനെ വെച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പത്തിരിയൊക്കെ ചുട്ടെടുത്തു. ഇതാ കണ്ടല്ലോ. ഇനി നമുക്ക് ഈ ഫ്രൈ പാൻ മാറ്റിയിട്ട് ആ കുടുക്ക തന്നെ അടുപ്പത്ത് വെക്കാം. ഇനി നമ്മൾ ചോറുണ്ടാക്കാൻ വേണ്ടി കുടുക്കയിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ചോറുണ്ടാക്കാം. അപ്പോൾ ചോറിന് വേണ്ടി വെള്ളം വെക്കുമ്പം നമുക്ക് അത് തിളച്ചിട്ട് നമുക്ക് വൈകുന്നേരം ചായ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഫ്ലാസ്കിലേക്കും തിളച്ച വെള്ളം എടുത്ത് വെക്കാനുണ്ട്. അതിനൊക്കെ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അങ്ങനെ ഇതാ കറിയൊക്കെ നല്ല ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കറി, ചായ, പത്തിരി ഒക്കെ നമ്മൾ റെഡിയാക്കി കഴിക്കുകയാണ്. പിന്നെ ഇതാ പരത്തി വെച്ചിട്ടുള്ള പത്തിരി ഇതാ കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റണം. നാളെ നമുക്ക് രാവിലെ ഇത് ചുട്ടെടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാനിങ്ങനെ ഓരോ ദിവസവും കയ്യിൽ. അങ്ങനെ ഇതാ ചായ നമ്മൾ ചോറിന് വെള്ളം വെച്ചില്ലേ, അതൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതേക്ക് വൈകുന്നേരം ചായ ഉണ്ടാക്കാൻ വേണ്ടി ഫ്ലാസ്കിലേക്കൊന്ന് കുറച്ചെടുത്തേക്കാം. അപ്പോൾ ഇതുപോലത്തെ ഫ്ലാസ്കൊക്കെ വളരെ യൂസ്ഫുൾ ആട്ടോ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു കപ്പിട്ട് മുക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കുക കേട്ടോ, കയ്യൊന്നും പൊള്ളാതെ. അപ്പോൾ ഇന്നത്തെ എല്ലാ ഫുഡും നമ്മൾ വിറകടുപ്പ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഫ്ലാസ്കിൽ നമുക്ക് വൈകുന്നേരത്തെ ചായക്കുള്ളതും റെഡിയായി. അങ്ങനെ ചോറിനുള്ള അരിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ട് നമുക്ക് മീൻ കറി ഉണ്ടാക്കാനുണ്ട്. അതേപോലെ ഇടിച്ചക്ക വെക്കാനുണ്ട്. അതിൻ്റെ ഇടയിൽ മുറ്റൊക്കെ അടിച്ചൊരു ചെടിയൊക്കെ നനച്ച് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തു. ചെടികളൊന്നും ഇല്ല കേട്ടോ, ചെടിയൊക്കെ ഇപ്പോൾ അടുത്ത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത്രയും വലുപ്പമായിട്ടുണ്ട്. 2-3 മാസമായിട്ടുള്ളൂ ഉണ്ടാക്കിയിട്ട്. അപ്പോഴേക്കും നമ്മുടെ ചോറ് ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് ഊറ്റി വെക്കലാണ്. അപ്പോൾ ചോറ് ഇതേപോലെ കൊട്ടക്കയിൽ കൊണ്ട് ഊറ്റി ചെമ്പട്ടിലേക്ക് ഇട്ടു. ഇനി ഇതാ ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി ആ കണലിൽ തന്നെ ചെമ്പട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മീൻ കറി ഉണ്ടാക്കുക. അതിന് വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ കഴിച്ച് മീൻ കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അടുപ്പത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് ഉള്ള ഗുണം എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാം. അപ്പോൾ അതാ നമ്മുടെ പേരക്ക മരത്തുമെന്ന് പേരക്ക പൂത്തുനിന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുത്തുള്ള താത്ത പറഞ്ഞപ്പോൾ ഞങ്ങൾ പോയി എടുത്തിട്ടോ അത്. അപ്പോൾ ആ താത്ത ഉണ്ടാക്കിയ വെണ്ടക്ക നമുക്ക് തന്നിട്ടുണ്ട് കുറച്ച്. അതിന് നാളെ വെക്കാമെന്ന് വിചാരിച്ചത് മാറ്റി വെച്ചിട്ടുണ്ട്. അതല്ല, ഈ ഒരു വെണ്ടക്ക ഓല അടുക്കളത്തോട്ടത്തിലുണ്ടായതാണ് കേട്ടോ.
ഇനി വെണ്ടക്ക നാളെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് മാറ്റി വെച്ചു. ഇന്ന് വെണ്ടക്ക ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അടുപ്പത്തായിട്ട് ഉണ്ടാക്കുക. അപ്പോൾ നാളെ ആയതുകൊണ്ട് ഇനി ഗ്യാസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ മീൻ കറിക്കുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ് എല്ലാ പൊടികളും ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കുറച്ച് പുളിവെള്ളവും ഒഴിച്ച്, പുളിയൊക്കെ നാടൻ പുളിയാണ്, അതൊക്കെ അതേപോലെ തന്നെ ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് മീനൊക്കെ ഇട്ട് ഒരു ചെറിയ വെള്ളത്തിലാട്ടത് ഉണ്ടാക്കുന്നത്, കുറഞ്ഞ വെള്ളത്തിൽ ഉണ്ടാക്കുകയാണ്. വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ചെയ്യുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ. അങ്ങനെ ഇതാ മീൻ കറി നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മീനിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് മീനാണ് അത് കിട്ടിയത്? പുലിമുരുകൻ എന്ന് പറഞ്ഞ മീനാണ്. പേര് കേട്ടാൽ തന്നെ സംഭവമല്ലേ. അപ്പോൾ ആ മീനാണ് ഇന്നലെ വാങ്ങിയത്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് തിളപ്പിച്ച് കറിയായി. ഇനി ഇതാ നമുക്ക് ചെറിയ ചക്ക, ഇടിച്ചക്ക എന്നൊക്കെ പറയുന്നു കേട്ടോ. മൂക്കാത്ത ചക്ക ഇതേപോലെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതേപോലെ വെട്ടി വെട്ടി നുറുക്കുക. എന്നിട്ട് ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ നമ്മളിതാ ഈ അടുപ്പത്ത് തന്നിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഇടിച്ചക്ക ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഈ ഒരു ഇടിച്ചക്കൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് കുരു എല്ലാ ഭാഗവും നമ്മളിതാ മൂക്കാത്തതാണല്ലോ, അതൊക്കെ അരിഞ്ഞ് ഇതിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളിത് അടുപ്പത്തല്ല ഉണ്ടാക്കുന്നത്, അതും കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ അടുപ്പത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് നമ്മൾ വറവിട്ടിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, കറിവേപ്പ്, ചെറിയുള്ളി, വറ്റൽമുളകൊക്കെ ഇട്ട് വറവിട്ടതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇടിച്ചക്ക ഇട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ച് മൂടി വെക്കാം. നമ്മൾ സ്റ്റൗവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഇടിച്ചക്കയും ഉപ്പും മുളകൊക്കെ ഇട്ട് വേവിക്കുകയാണ് ചെയ്യുക. വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേവിച്ചിട്ട് വെന്തതിന് ശേഷമാണ് കേട്ടോ വറവിടൽ. അപ്പോൾ വിറകടുപ്പായതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ വറവിട്ട് വെക്കുന്നത്. അപ്പം വിറകടുപ്പിലായതുകൊണ്ട് ഞാനിതാ ഫസ്റ്റ് തന്നെ വറവിട്ടതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഇടിച്ചക്ക നമ്മൾ പകുതിയാണ് കേട്ടോ ഉപ്പേരി വെക്കുന്നത്. പകുതിയാണിതാ കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ഒന്നായിട്ട് ഉണ്ടാക്കിയിട്ട് തിന്നാനാളില്ലല്ലോ. അങ്ങനെ ഇതാ നമ്മൾ ഉപ്പേരി ഇവിടെ റെഡി ആവാനായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള അടുപ്പത്ത് വിറകടുപ്പിൽ നമ്മളിങ്ങനെ പെട്ടെന്ന് തന്നെ ഓരോ ഫുഡ് ഉണ്ടാക്കുന്നത് എന്ന് വളരെ വിശദമായിട്ടൊന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുപ്പ് ഒഴിഞ്ഞില്ലേ, ഇനി ഒന്നും ഉണ്ടാക്കാനില്ല. അപ്പോൾ നമ്മളിതാ ആ കണലിൽ തന്നെ കുറച്ച് വെള്ളം വെക്കണം, നമുക്ക് കുടിക്കാനൊക്കെ എടുക്കാമല്ലോ. ചോറ്, മീൻകറി, ചക്കുപ്പേരിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഈ ഒരു ഉപ്പേരി മതി ചോറ് തിന്നാൻ, അത്രക്കും ടേസ്റ്റാണ്. അപ്പോൾ ഇതേപോലെ മൂക്കാത്ത ചക്കൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കി. ഇതേപോലെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ ഫുഡും റെഡിയായി നമ്മളിതാ കഴിക്കുകയാണ്. അടിപൊളിയല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, സീ യു.